ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസ ആചാരങ്ങളെ എപ്പോഴെങ്കിലും വികലമാക്കപ്പെടുകയോ മലിനീകരിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മാലിന്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ന്യൂനതകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ വിശുദ്ധിയെ വീണ്ടും ആളുകളെ ഓർമ്മപ്പെടുത്തി അതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള അബദ്ധമായ അതിൻ്റെ സ്വച്ഛമായ ആശയ ആദർശങ്ങളോട് യോജിക്കാത്ത, യോജിപ്പിക്കാൻ കഴിയാത്ത, യോജിപ്പിക്കാൻ പാടില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഏതൊക്കെയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇതുപോലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാശയം, ഒരാദർശം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടേണ്ടതില്ലാത്ത വിധം 14.5 നൂറ്റാണ്ട് നിലനിൽക്കുന്നത്. മനുഷ്യ കൈകടത്തലുകളുള്ള ഏതൊരു പ്രത്യയശാസ്ത്രത്തിനും 1-2 നൂറ്റാണ്ടിലധികം അതിൻ്റെ തനിമയോടെ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് മാനവ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം പരിമിതമായ ബുദ്ധി, പരിമിതമായ ചിന്ത, അതിൽ നിന്ന് ആ സന്ദർഭത്തിൽ അനുയോജ്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില സംഹിതകളാണ്, ആശയങ്ങളാണ് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാഹചര്യം മാറുമ്പോൾ, നൂറ്റാണ്ടുകൾ മാറുമ്പോൾ, അല്ലെങ്കിൽ കാലഘട്ടം മാറുമ്പോൾ മുമ്പ് പറഞ്ഞതോ പ്രായോഗികമാക്കിയതോ ആയ ആശയങ്ങൾ അപ്രായോഗികമായി കാലഹരണപ്പെട്ടതായി സ്വാഭാവികമായിട്ടും അനുഭവപ്പെടും. അത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ അവൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഈ കൊച്ചു ഭൂമിയിലിരുന്ന് മനുഷ്യന് നല്ലതെന്ന് കരുതി അവൻ കണ്ടുപിടിച്ച തത്വസംഹിതകളാണ്, ആശയങ്ങളാണ്, ആദർശങ്ങളാണ്. പക്ഷെ അത് കാലബന്ധിതമാണ്, സമയബന്ധിതമാണ്. കാലാവർത്തിയായി നിലനിൽക്കാൻ, സാർവലൗകികമാകാൻ, സാർവജനീനമാകാൻ, സാർവകാലികമാകാൻ അതിന് സാധ്യമാവില്ല. അങ്ങനെ നിലനിൽക്കുന്ന ഒരാദർശം ഉണ്ടാകണമെങ്കിൽ ഇതിനെല്ലാം അതീതമായ ഒരു ശക്തിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കണം, തത്വസംഹിതകളായിരിക്കണം, നിയമങ്ങളായിരിക്കണം മനുഷ്യർ പിൻപറ്റേണ്ടത്. അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി. അത് ഇസ്ലാം ഈ ലോകം എത്ര നാൾ നിലനിൽക്കുന്നുവോ അതുവരെയുള്ള ജനങ്ങളെ അവരുടെ ബൗദ്ധിക വളർച്ചയെ, വൈജ്ഞാനികമായ വിസ്ഫോടനങ്ങളെ, ഉണ്ടായേക്കാവുന്ന ശക്തവും വിപ്ലവാത്മകവുമായിട്ടുള്ള സകല സാഹചര്യങ്ങളെ അറിയുന്ന സർവജ്ഞനായ അള്ളാഹുവിങ്കിൽ നിന്ന് ആണ് ഇസ്ലാം എന്നതുകൊണ്ട്
അതിനു യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ, മാറ്റത്തിരുത്തലുകൾ ആവശ്യമില്ലാതെ, കൈകടത്തലുകൾ ആവശ്യമില്ലാതെ അത് അജയ്യമായി, അപ്രതിരോധ്യമായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ ബാധ്യത അതിലേക്ക് ഈ മനുഷ്യർ കടത്തിക്കൂട്ടുന്ന സ്വാഭാവികമായും കാലഹരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അള്ളാഹുവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, അവർ നിർമ്മിച്ചുണ്ടാക്കിയ, അവർ അതിലേക്ക് ചേർത്തി വെച്ചിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ ഇത്തിക്കണ്ണികളായിട്ടുള്ള അത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാന രീതികളെയും അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെയും പുറത്തു നിർത്തി, സധൈര്യം പുറത്തു നിർത്തി അള്ളാഹുവിങ്കൽ നിന്ന് കൃത്യമായി അവതീർണമായ മതം എന്താണ്, അതിലുള്ളതെന്തൊക്കെയാണ്, അതിൻ്റെ രീതി എങ്ങനെയാണ്, അത് എപ്രകാരമാണ്, എന്തൊക്കെ അതിലുണ്ടായിക്കൂടാ, ആയിക്കൂടാ, അതിലേക്ക് ചേർത്തി പറഞ്ഞുകൂടാ, കാലാന്തരത്തിൽ അതിലേക്ക് കടന്നു വന്നിട്ടുള്ള മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ആദർശത്തിൻ്റെ അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ തനിമ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെ സ്നേഹിക്കുന്ന, അതിൻ്റെ ഉപഭോക്താക്കളായ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നു, ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, ആ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന മറ്റു വിശ്വാസകാര്യങ്ങൾ, ആ വിശ്വാസകാര്യങ്ങളുടെ അനുബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, സംസ്കാരങ്ങൾ, ജീവിതരീതികൾ, കാഴ്ചപ്പാടുകൾ, ക്രയവിക്രയങ്ങൾ, സ്വഭാവരീതികൾ, ഇസ്ലാമിലുള്ളതെന്ത്, പിന്നീട് കടന്നു വന്നിട്ടുള്ളതെന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കലാണ് ഒരു മതവിശ്വാസിയുടെ കടമ. ഇതായിരുന്നു പ്രവാചകന്മാരെല്ലാം നിർവഹിച്ചിരുന്നത്. മുമ്പ് വന്ന പ്രവാചകൻ പഠിപ്പിച്ചു പോയ ആശയത്തിൽ നിന്ന് ആളുകൾ വളരെയേറെ വ്യതിചലിച്ചിട്ടുണ്ടാവും അടുത്ത പ്രവാചകൻ വരുമ്പോഴേക്ക്. ആ പ്രവാചകൻ പഠിപ്പിച്ച ശുദ്ധമായ, വിശുദ്ധമായ, നിർമ്മലമായ വിശ്വാസങ്ങൾ കളങ്കപ്പെട്ടിട്ടുണ്ടാവും. അതിൽ പല മാലിന്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടിക്കലർന്നിട്ടുണ്ടാവും. അതിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും അതിന് കാരണക്കാരാവും. പ്രത്യേകിച്ച് ആ മതത്തിൻ്റെ ഉപജ്ഞാതാക്കളായ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളായ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്ന് ആളുകൾ വകവെച്ചു കൊടുത്തിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഈ കൃത്യം ചെയ്യാൻ ധൈര്യം കാണിക്കുക. ഒരു സാധാരണക്കാരന് പേടിയുണ്ടാവും, ഭയപ്പാടുണ്ടാവും, വളരെ ജാഗ്രതയുണ്ടാവും.
പക്ഷെ മതപുരോഹിതന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് ആ തരത്തിലുള്ള യാതൊരു ഭയപ്പാടുമില്ല, സങ്കോചവുമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കളങ്കപ്പെടുത്തുവാനും അവൻ്റെ കറകളഞ്ഞ ഏകദൈവ സിദ്ധാന്തത്തിൽ മായം ചേർക്കാനും നിയുക്തരായ പ്രവാചകന്മാരുടെ മഹിതമാർന്ന നടപടിക്രമങ്ങളെ, സുന്നത്തുകളെ മലിനീകരിക്കാനും എന്നിട്ട് അതിൽ അവരുടേതായ പലതും കൂട്ടിച്ചേർക്കാനും ധൈര്യം കാണിച്ച ഹീനമായ ഒരു വർഗത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി പറയുന്നുണ്ട്. തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും അനുയായികളായ ആ രണ്ട് ഗ്രന്ഥം ശരിയാവണ്ണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ ഗ്രന്ഥത്തിൻ്റെ ആളുകളായിട്ടുള്ള പണ്ഡിതന്മാർ ആ ഗ്രന്ഥത്തിൻ്റെ സത്യ ആശയങ്ങളെ മറച്ചുവെക്കുകയും അത് ജനങ്ങളിൽ നിന്ന് മൂടിവെച്ച് അതിലുള്ള പല സത്യവും അവരെ അറിയിക്കാതെ താൽക്കാലിക ലാഭത്തിനും ഭൗതിക നേട്ടത്തിനും സ്വയം നിലനിൽപ്പിനും വേണ്ടി ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ മായം ചേർത്തതായി, വിഷം കലർത്തിയതായി പരിശുദ്ധ ഖുർആൻ പല ആവർത്തി പല ഭാഗങ്ങളിലായിട്ട് ഖുർആനിൻ്റെ അനുയായികളെ ഉണർത്തിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ഉണർത്തിയത്? നമ്മളിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ അത്തരമൊരു പ്രവണത വരുന്നത് ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും വീക്ഷിക്കുന്നതിന് വേണ്ടി. പണ്ഡിതന്മാരായാലും പുരോഹിതന്മാരായാലും അതിലേക്ക് കടത്തിക്കൂട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ ദീനിനെ വികലമാക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമം എക്കാലത്തെയും മതപുരോഹിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനാവശ്യമായ വേഷവിധാനങ്ങളും ഹാവഭാവങ്ങളും അവർ സ്വീകരിക്കും. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ചില ആ കാലഘട്ടത്തിലെ ആളുകളെ പറ്റി പറയുന്നത്. അവരെ കണ്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. തുഅജ്ബുക അജ്സാമുഹും, അവരുടെ ശരീരം, അവരുടെ രൂപഭാവങ്ങൾ, വേഷവിധാനങ്ങൾ അത് നിന്നെ കൗതുകപ്പെടുത്തും, അത്ഭുതപ്പെടുത്തും. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി വേഷവിധാനങ്ങളിൽ, അതേപോലെ തന്നെ വസ്ത്രധാരണയിൽ, സ്വാഭാവികമായും മതപരമായ കാര്യങ്ങളോട് താല്പര്യമുള്ള ആളുകൾ വിശ്വസിച്ചു വരുന്ന ചില നിറങ്ങളോട് ആഭിമുഖ്യമുണ്ടാവുക സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ സ്വീകരിച്ച് നമ്മളൊക്കെ നബിയെ താങ്കൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയും. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ബാഹ്യമായി ഈ വിധത്തിലുള്ള വേഷവിധാനങ്ങളും അതേപോലെ തന്നെ ഉപചാര ചേഷ്ടകളുമൊക്കെ നിലനിൽക്കുന്ന ഇത്തരക്കാരിൽ നിന്ന് അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകുമോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ വേഷവിധാനങ്ങളിൽ മാറ്റം വരുത്തി മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേഷങ്ങളും വസ്ത്രധാരണ രീതികളും അതിന് പ്രത്യേകമായ കളറുകളും അവയുടെ എണ്ണത്തിൻ്റെ വർധനവും ഒക്കെ സ്വീകരിക്കുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം, ഇനി അവർ പ്രബോധനം ചെയ്താലോ പ്രസംഗിച്ചാലോ മതത്തെപ്പറ്റി അവർ ഉദ്ഘോഷിച്ചാലോ നീ അത് കേട്ടിരുന്നു പോകും. അത്ര കൗതുക മനോഹരം, ശ്രാവ്യ മധുരം, മനോഹരമായ ശബ്ദഘോഷത്താൽ, മധുരമൂർന്ന പദക്കസർത്തുകളാൽ ആളുകൾ ഹൃദയത്തിലേക്ക് ചെന്നാൽ അലിഞ്ഞു ചേരുന്ന ആ രീതിയിലുള്ള ഭാഷകളാൽ, ശൈലികളാൽ ആയിരിക്കും അവരുടെ വിഷയാവതരണം. പണ്ട് കാണുന്ന പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ്.
ആ വാഗ്ധോരണികളിലൂടെ, ആ സമർത്ഥമായ വാചക കസർത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിലേക്ക് കളങ്കങ്ങൾ അതിന് കിട്ടിയ സുഷിരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരികയും എന്നിട്ട് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി ആളുകൾക്കിടയിൽ തശ്വീസുണ്ടാക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ അനുയായികളെന്ന നിലയ്ക്ക് നമ്മളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഒരു വിഭാഗം എക്കാലത്തും നിലനിന്നിട്ടുണ്ട്. അവർ ചെയ്തിരുന്ന ചെയ്തികളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒന്ന്, സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുക, എന്നിട്ട് അസത്യം സത്യമായിട്ട് അവതരിപ്പിക്കുക. മറ്റൊന്ന്, സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുക. ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട്, കിതാബ് അറിയുന്ന, കിതാബ് ഓതിപ്പടിച്ച ആളുകൾ, അതിൽ മുങ്ങി ജീവിച്ച ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുക. നമ്മൾ പറയില്ലേ അർദ്ധസത്യം, അസത്യവും അർദ്ധസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി ആളുകൾക്കിടയിൽ ഇൽത്തിബാസ് ഉണ്ടാക്കുക, സംശയം ഉണ്ടാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അതാണല്ലോ പിശാചിൻ്റെ പണി. അതാണ് അവന് ഇബിലീസ് എന്ന പേര് വരാൻ കാരണം. ഇബിലീസ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തിയിട്ട് ആളുകൾക്കിടയിൽ സംശയമുണ്ടാക്കുക, എന്നിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വിഷയങ്ങളെ സങ്കീർണമാക്കുക. അത് പിശാചിൻ്റെയും പിശാചിൻ്റെ വൈതാളികരായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാരുടെയും സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ബനൂ ഇസ്രായേലുകളെ പണ്ഡിതന്മാരോട് നിങ്ങൾ സത്യം മറച്ചു വെക്കരുതെന്നും വേദഗ്രന്ഥങ്ങളിലുള്ളത് നേരാം വണ്ണം ജനങ്ങൾക്ക് വിവരിച്ച് വിശദീകരിച്ചു കൊടുക്കണമെന്നും അല്ലാഹു തആല കരാറ് വാങ്ങിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ, പണ്ഡിതന്മാരെ പറ്റി പറയാൻ? പാമരന്മാരെ പറ്റി അവിടെ അധികമൊന്നും പറയുന്നില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് കേട്ട നമ്മളൊക്കെയാണ് കുറ്റക്കാർ, സാധാരണക്കാർ. വിശുദ്ധ ഖുർആൻ സാധാരണക്കാരെ അല്ല കുറ്റം പറഞ്ഞിട്ടുള്ളത്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം വെച്ചു പുലർത്തുന്ന മതപണ്ഡിത പുരോഹിതന്മാരായ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകളെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? നമ്മൾ ജാഗ്രത പുലർത്താൻ, നമ്മൾ ഈ അബദ്ധത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ ശ്രദ്ധാലുക്കളാകാൻ. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഓതിയില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാർ, ലയഅ്കുലൂന അംവാലൻ നാസി, മനുഷ്യരുടെ സാധാരണക്കാരായ ആളുകളുടെ ധനം, അവരുടെ സമ്പത്ത് അവർ ഭുജിക്കുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ്, കൈവശപ്പെടുത്തുന്നവരാണ്, കീശയിലാക്കുന്നവരാണ്. ഇങ്ങനൊരു മുഖവരിയുടെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ്, സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുഖവരിയിലേക്ക് പോയത്. അപ്പോൾ മുൻകഴിഞ്ഞ പണ്ഡിത പുരോഹിതന്മാരെ പറ്റി ജൂത സമുദായത്തിലെയും ക്രിസ്തീയ സമൂഹത്തിലെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. അവരിലെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നിട്ടത് വിശ്വാസികളായ നമ്മെ വിളിച്ചാൽ പറയുന്നു. എന്തിനാണ് നമ്മെ വിളിച്ച് പറയുന്നത്? നമ്മൾ ഈ അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ, ഈ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായ ദീനെ ഉൾക്കൊള്ളാതിരിക്കാൻ, അല്ലാഹുവിങ്കൽ നിന്ന്, ആകാശലോകത്തു നിന്ന്
വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ വിശുദ്ധമായ വഹയുണ്ടല്ലോ, അതിവിശ്വസ്തനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സർവസമ്മതനായ എല്ലാവർക്കും വിശ്വസ്തനായ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായ കുറ്റമറ്റ വിശുദ്ധ മതത്തിൻ്റെ സുന്ദരമായ മുഖത്തെ വികലമാക്കുവാനും വികൃതമാക്കുവാനും പണ്ഡിത പുരോഹിതന്മാർ ശ്രമിക്കും. മുമ്പ് കാലത്തത് ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കരുതിയിരിക്കണമെന്നാണ് ഈ ആയത്തിൻ്റെ സൂചന. എന്താണ് അവർക്കതുകൊണ്ട് ഉദ്ദേശം? അവർ ജനങ്ങളുടെ സമ്പത്ത്, അവരുടെ ധനം സ്വന്തം കൈക്കലാക്കുക. തിന്നുക എന്ന പ്രയോഗമാണ് പറഞ്ഞത്. തിന്നുക എന്നത് ഒരു മസല് എന്ന ഒരു ഉദാഹരണം. അത് കൈപ്പറ്റുക, ഉപയോഗപ്പെടുത്തുക, അങ്ങനെ തഴച്ചും തടിച്ചും വളരുക, സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൻ്റെ നേരത്തെ പറഞ്ഞ ശരിയായ ഒരു വഴിയുണ്ടല്ലോ, റബ്ബിലേക്ക് എത്തിപ്പെടുന്ന, റബ്ബിൻ്റെ പൊരുത്തത്തിലേക്ക് എത്തിപ്പെടുന്ന, അവൻ്റെ തൃപ്തിയിലേക്ക് എത്തിപ്പെടുന്ന, അവൻ്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന സവാ അസ്സബീൽ എന്ന് പറഞ്ഞ കുറ്റമറ്റ നിഷ്കളങ്കമായ മഹിതമാർന്ന ആ വഴിയിൽ നിന്ന് ജനങ്ങളെ തടയുവാനും അകറ്റുവാനും വേണ്ടി ജനങ്ങളുടെ സമ്പത്ത് അനർഹമായി തിന്നുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ് പണ്ഡിത പുരോഹിതന്മാരിൽ അധിക പേരും എന്ന്. എല്ലാവരും എന്ന് പറഞ്ഞില്ല, കുറച്ചാളുകൾ അങ്ങനെയാണെന്നും പറഞ്ഞില്ല. പിന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അപ്രകാരമാണെന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് എന്തിനാണിത് നമ്മളോട് പറഞ്ഞത്? അല്ലാഹു ജൂതന്മാരോടാണോ പറയേണ്ടത്? അവർക്കാണ് അഹ്ബാർ റുഹ്ബാൻ എന്നൊക്കെ പറയാം. അവരോട് പറയാതെ നമ്മളോട് പറഞ്ഞത് എന്തിനാണ്? അതേ സ്വഭാവം നമ്മളിലുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും കൊണ്ടുവരും, സ്വീകരിക്കും. അപ്പം നിങ്ങളത് കരുതിയിരിക്കണം. നിങ്ങൾ ജൂത ക്രൈസ്തവ സമുദായത്തിലെ സാധാരണക്കാരെ പോലെ ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, ആ ജൂത ക്രൈസ്തവരിലെ സാധാരണക്കാരായ ആളുകൾ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളങ്ങനെ ആക്കരുത്, അവരെ റബ്ബുകളാക്കരുത് എന്ന് പഠിപ്പിക്കാനാണ്. എന്താണ് റബ്ബാക്കുക എന്ന് അവിടെ പറഞ്ഞാൽ അർത്ഥം? അദീ ഇബ്നു ഹാത്തിം എന്നൊരു സ്വഹാബി, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, അല്ലെങ്കിൽ ജൂതനായിരുന്നു. അദ്ദേഹം മുസ്ലിമായിട്ട് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അദ്ദേഹം കണ്ടു. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, ആ ജൂത ക്രൈസ്തവരിലെ സാധാരണക്കാരായ ആളുകൾ, അവാമീങ്ങളായ ആളുകൾ, പണ്ഡിതന്മാരും പുരോഹിതരുമല്ലാത്ത അവർക്ക് കീഴിൽ ജീവിക്കുന്ന ആളുകൾ, അവരിലെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കി എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആ ആയത്ത് കണ്ട അദീ ഇബ്നു ഹാത്തിം എന്ന സ്വഹാബി റസൂലുള്ളാഹിയോട് പറയാണ്, നബിയെ, ഞാൻ ആ ക്രിസ്തീയ മതത്തിൽ അല്ലെങ്കിൽ ജൂതമതത്തിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം അതിലായിരുന്നു. പിന്നീടാണ് അങ്ങയുടെ ആദർശത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, ഞങ്ങളിൽ ആരും തന്നെ ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളാക്കിയിട്ടില്ല. അവരാരോ റബ്ബാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ പോലെ ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. പടച്ചവനെപ്പോലെ അവർ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ലല്ലോ നബിയെ. പിന്നെന്താണ് ഖുർആനിൽ ഇപ്രകാരം വരാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ശരി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ അവരിൽ ആയിരുന്ന കാലഘട്ടത്തിൽ നീ അടക്കമുള്ള സാധാരണക്കാരായ ജൂതന്മാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ, അവരുടെ പണ്ഡിതന്മാർ ഒരു കാര്യത്തെപ്പറ്റി ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ, പ്രമാണത്തിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ടോ അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ, പണ്ഡിതന്മാർ പറഞ്ഞു എന്ന കാരണത്താൽ, പുരോഹിതന്മാർ പറഞ്ഞു എന്ന കാരണത്താൽ
ആ കാര്യം ഹലാല് തന്നെയായിരിക്കും, അനുവദിക്കപ്പെട്ടത് തന്നെയായിരിക്കും എന്ന് കരുതാറുണ്ടോ, വിശ്വസിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാറുണ്ട്. ശരി, ഇന്ന കാര്യം നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ, പുരോഹിതന്മാർ പറഞ്ഞാൽ, വേദഗ്രന്ഥത്തിൽ കൃത്യമായി അള്ളാഹു ദൈവം തമ്പുരാൻ അത് ഹറാമാക്കിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അത് ഹറാമാണ് എന്ന് സാധാരണക്കാരായ നിങ്ങൾ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നുവോ, കരുതിപ്പോയിരുന്നുവോ, പരിഗണിച്ചു പോന്നിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അദീ ഇബ്നു ഹാത്തിം പറയാണ്, നബിയെ ഞങ്ങൾ അപ്രകാരം ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ പിന്നെ ഞങ്ങൾ അപ്പുറപ്പുറം ചിന്തിക്കാറില്ല. കാരണം അവരുടെ വേഷം അങ്ങനെയാണ്, അവരുടെ വാക്കുകൾ അത്ര ആകർഷണീയമാണ്, അത് മധുരവശ്യമാണ്, അത് ഞങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലാണ്. അവരിൽ നിന്ന് അബദ്ധം വരുവാനോ അവർ കളവ് കെട്ടി പറയുവാനോ സാധ്യതയില്ല എന്ന് ഞങ്ങൾ അവരെപ്പറ്റി വിശ്വസിക്കുന്നത് കൊണ്ട് അവരൊരു കാര്യം ഹലാലെന്ന് പറഞ്ഞാൽ അത് ഹലാലാണെന്നും അവരൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമാണെന്നും മറ്റൊന്നും ആലോചിക്കാതെ ഞങ്ങൾ അംഗീകരിക്കാറുണ്ട്, അനുസരിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ പറയുകയാണ്, ഫതിൽക ഇബാദത്തുഹും ഇയ്യാഹും, അതുതന്നെയാണ് അവരെ റബ്ബുകളാക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ താല്പര്യം. കണ്ടോ, അത്രത്തോളം അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത്രത്തോളം വരാൻ സാധ്യതയുണ്ട്. റബ്ബുകളാക്കുന്ന സവിധത്തിലേക്ക് ഉയരും. ഇങ്ങനെയാണ് റബ്ബുകളാക്കുക, അല്ല പടച്ചോനാണെന്ന് പറയല്ല, അള്ളയാണെന്ന് പറയല്ല. പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നത് ഹലാലാണ്, എന്നാ ശരി, ഇന്നത് ഹറാമാണ്, എന്നാ ശരി. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആകരുത് നിങ്ങൾ എന്നാണ് അല്ലാഹു തആല അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മുസ്ലിം സമുദായവും അതിൻ്റെ നേരെ പകർപ്പായി മാറിയിട്ടുണ്ട്. ലതത്തബിഉന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. നിങ്ങളുടെ മുൻഗാമികളായ മതസമൂഹങ്ങളുടെ, ആദർശ ആളുകളുടെ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ, ജൂത ക്രൈസ്തവരായ ആളുകളുടെ തെറ്റായ വിശ്വാസ ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളെ, നിലപാടുകളെ, സമീപനങ്ങളെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ നിങ്ങൾ ചാണിനു ചാണായും മുഴത്തിന് മുഴമായും അഥവാ അക്ഷരാർത്ഥത്തിൽ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. അവിടേക്ക് റസൂലുള്ള ഒരു ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കുറച്ചാളുകളല്ലാത്ത എല്ലാവരും അതിനെ പിൻപറ്റും. അവരുടെ അതേ ആദർശം നിങ്ങളും സ്വീകരിക്കും. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് അവരത് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് മതപരമായ കാര്യമല്ല, ഭൗതികമായ വിഷയമാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ നബിയെ, അതോ അങ്ങയുടെ അഭിപ്രായമാണോ എന്ന് ചോദ്യം ചെയ്തിരുന്ന സ്വഹാബികളോടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്. ലതത്തബിഉന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ ജൂത ക്രൈസ്തവ സമുദായത്തിൻ്റെ തെറ്റായ നടപടിക്രമങ്ങളെ, വിശ്വാസ ആചാരങ്ങളെ, സമ്പ്രദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് പറ്റിയ അതേ അബദ്ധം നമുക്കും പറ്റിക്കഴിഞ്ഞു, നൂറ്റാണ്ടുകളായി. അള്ളാഹു നമ്മുടെ മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിനെ പറ്റി സാധാരണക്കാരായ ആളുകൾക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ. ജൂത ക്രൈസ്തവന്മാരായ ആളുകളുടെ പിൻഗാമികൾ, പ്രവാചകന്മാരുടെ കാലശേഷം ചില ആളുകൾ വളർന്നു വന്നു, ഉദയം ചെയ്തു. അവർ ഉമ്മിയീങ്ങളാണ്, അക്ഷരജ്ഞാനം ഇല്ലാത്തവരാണ്. അക്ഷരജ്ഞാനം എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്നല്ല. അവർക്ക് അവതരിപ്പിക്കപ്പെട്ട സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമായ, പ്രമാണമായ, അവരുടെ പ്രമാണമായിട്ടുള്ള അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ഗ്രന്ഥത്തെപ്പറ്റി ഒന്നും അറിയാത്തവരായി ഇല്ല. അമാനിയ, ചില തോന്നലുകളല്ലാതെ, നല്ല ചില തോന്നലുകൾ. ഖുർആനൊക്കെ പറ്റി നല്ല അഭിപ്രായമല്ലേ നമ്മുടെ മുസ്ലിം സമുദായത്തിന്? അതിനെ ആദരിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു.
ശരിയാണ്. പക്ഷേ എന്തറിയാം, ഇല്ല അമാനിയ, ഏതാനും നല്ല വിചാരങ്ങളല്ലാതെ ഗ്രന്ഥത്തിനെ പറ്റി വ്യക്തമായ അറിവ് അവർക്കില്ല. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെ പറ്റി എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ ശിർക്കാകുമെന്നും ഏതൊക്കെ കുഫറാകുമെന്നും ഏതൊക്കെയാണ് ഈമാനായി തീരുക എന്നുമാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ഹറാമാണ് ഏതൊക്കെ ഹലാലാണെന്നാണ് അള്ളാഹു തആല ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നറിയാതെ, ആ ഗ്രന്ഥത്തെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ, ആ ഗ്രന്ഥത്തെപ്പറ്റി അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത നിരക്ഷരരായ ആളുകളായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട് അവർ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? എന്താ വ്യത്യാസം? നമ്മൾക്ക് ആർക്കറിയാം? ഒരു പണ്ഡിതൻ വന്നിട്ട് നേരെ വിപരീതം അർത്ഥം പറഞ്ഞാൽ ആർക്കാണ് തിരുത്താൻ കഴിയുക? അങ്ങനെയല്ലാന്ന്. അങ്ങനെ ആക്കി മാറ്റി അവർ സാധാരണക്കാരെ ഗ്രന്ഥവുമായിട്ട് അകറ്റി കേവല പാരായണത്തിന് വേണ്ടി മാത്രം ആശയവും ആദർശവും അർത്ഥവും അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, അത് ഞങ്ങൾ പറയും, അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങൾ ബർക്കത്തിന് വേണ്ടി വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അത് പാരായണം ചെയ്തുകൊള്ളൂ. അവിടെ നിർത്തുക വഴിയാണ് അവർ വഴിപിഴച്ചു പോയത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂറത്ത് ജുമുഅയിൽ ഇന്ന് വെള്ളിയാഴ്ച സമയമുണ്ടെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തുൽ ജുമുഅയാണ് പാരായണം ചെയ്യുക, അല്ലേ? അവിടെ പറയുന്നു, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത, തൗറാത്ത് നൽകപ്പെട്ട വിഭാഗത്തിൻ്റെ ഉദാഹരണം, ജൂതന്മാരുടെ ഉദാഹരണം, കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഈ തൗറാത്ത് കൃത്യമായി ഏറ്റെടുക്കണമെന്നും അത് നല്ല വിധത്തിൽ ഭംഗിയായി പഠിക്കണമെന്നും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നും അവരോട് പറഞ്ഞിട്ട് വേണ്ട വിധം അത് ഏറ്റെടുക്കാതെ, അതിൻ്റെ ആശയങ്ങൾ ഒരു തിരിച്ച് എടുക്കാതെ, അത് കൃത്യമായിട്ട് പഠിക്കാതെ അവർ ജീവിച്ച കാരണത്താൽ അവർ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, മഹത്തായ ആശയങ്ങളും തത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നിബിഡമായ ഗ്രന്ഥത്തെ ചുമക്കുന്ന കഴുതകളെപ്പോലെ ആയി എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് എല്ലാ വെള്ളിയാഴ്ചയും വിളിച്ചു പറയാൻ പറഞ്ഞത് മുസ്ലിങ്ങളായ നിങ്ങൾ അപ്രകാരമാകരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ ഫലം അതന്നെ ഇതാണ് പറയുന്നത് എന്ന് പല ആളുകൾക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു സമുദായത്തെയാണ് ചതിക്കുവാനും വഞ്ചിക്കുവാനും വളരെ എളുപ്പമാവുക, സാധ്യമാവുക.